വെൽക്കം ടു ആസാം. എല്ലാവരും ഇതാ വണ്ടി കയറിയിട്ടുണ്ട്. ഇക്കോയിലാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ത്രിപുരയിലെ ധർമ്മനഗർ എന്ന സ്റ്റേഷനിൽ നിന്നും നമ്മൾ ആസാമിലെ കരിംഗഞ്ച് എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ത്രിപുരയിലെ റോഡുകളും ഇവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഏകദേശം ത്രിപുരയുടെ ബോർഡർ ചെക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ആസാമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും അവിടെ ബോർഡറുണ്ട്. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ധാരാളം ഇലക്ട്രിക് വെഹിക്കിൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മുന്നിൽ കാണുന്ന റെയിൽവേ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് നാട്ടിൻപുറത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ധാരാളം നെൽപ്പാടങ്ങളും കൃഷികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ കമുകും തെങ്ങും വാഴയും ഒക്കെ ധാരാളം അവർ കൃഷി ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് ധാരാളം മാവുകളും പ്ലാവും ഒക്കെ തണൽ വിരിച്ചു നിൽപ്പുണ്ട്. ത്രിപുരയിലെ ഗ്രാമങ്ങളിലെല്ലാം പാടങ്ങൾ കൊയ്ത്തു കഴിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എങ്കിലും അവർ ഇടവിള കൃഷിയായിട്ട് പച്ചക്കറികളൊക്കെ ധാരാളം നട്ടു വളർത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ധാരാളം മത്സ്യകൃഷികളും ഇവർ ചെയ്യാറുണ്ട്. അതിശയം എന്ന് പറയട്ടെ, ഗ്രാമത്തിലുള്ള യാത്രയിൽ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. കൃഷി രീതി താഴ്ന്ന നിലത്ത് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതിനോട് ചേർന്ന് ധാരാളം വീടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ത്രിപുരയിലെ ഒരു ചെറിയ പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ പട്ടണം എന്ന് പറയുമ്പോഴും 4 വരിപ്പാത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ത്രിപുര ബോർഡർ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഗുഡ്സ് വെഹിക്കിൾക്കൊക്കെ ധാരാളം ചെക്കിങ്ങുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ത്രിപുരയിൽ നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്ത് അടുത്ത ആസാമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. ഏകദേശം ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം നമുക്ക് കഴിഞ്ഞിട്ടാണ് ആ എൻട്രൻസ് കിട്ടുക. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ ധാരാളം ഗുഡ്സ് വെഹിക്കിളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ബോർഡർ ആയതുകൊണ്ട് ധാരാളം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് നമ്മളെ ഇവിടെ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മളെ അവർ കടത്തിവിടുകയും തന്നെ ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ആസാമിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ കാണുന്നതെല്ലാം ആസാമിലെ കാഴ്ചകളായിരിക്കും. കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഗ്രാമത്തിലൂടെയുള്ള കാഴ്ചകൾ തന്നെയാണ് പ്രധാനം. ഇവിടെ നിന്ന് നമ്മൾ വന്നതായ ഗുവാഹട്ടിയിലേക്ക് 351 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കരിംഗഞ്ച് എന്ന ഡിസ്ട്രിക്റ്റിലേക്ക് 57 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ബോർഡർ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമ്മൾ ചെന്ന് കയറിയത് ഒരു വനത്തിലേക്ക് തന്നെയാണ്. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം വനത്തിലൂടെയുള്ള യാത്രയുണ്ട്. വനത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് കരിംഗഞ്ച് ജില്ലാ അതിർത്തിയിലേക്കാണ്. ഇപ്പോൾ ഔദ്യോഗികമായി ശ്രീഭൂമി ജില്ല എന്ന് അറിയപ്പെടുന്നതാണ് കരിംഗഞ്ച് ജില്ല. ജില്ലയുടെ ഭരണ ആസ്ഥാനവും വലിയ പട്ടണവും കരിംഗഞ്ചാണ്. തെക്കൻ ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയുമായും ബംഗ്ലാദേശിലെ സിൽഹറ്റ് ഡിവിഷനുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല തന്നെയാണ്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷയെ ബംഗാളിയും മെയ്തേയി അതായത് മണിപ്പൂരി ഭാഷകളുമാണ് ഇവിടെ ധാരാളം സംസാരിക്കുന്നത്. 1947 ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഈ പ്രദേശം സിൽഹറ്റ് ജില്ലയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1983 ഇതൊരു പ്രത്യേക ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. കരിംഗഞ്ച് എന്ന നാമം മുഹമ്മദ് കരീം ചൗധരിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു നാമം എന്നാണ് അറിയപ്പെടുന്നത്.
1947 ഇന്ത്യ വിഭജന സമയത്ത് കരിംഗഞ്ച് ഉൾപ്പെടെയുള്ള സിൽഹറ്റ് മേഖല ഇന്ത്യയിൽ തുടരണോ അതോ കിഴക്കൻ പാകിസ്ഥാനിൽ ചേർന്നോ എന്ന് നിർണ്ണയിക്കാൻ ഒരു ഹിതപരിശോധന നടക്കുകയും ആ വിഭജനത്തെ തുടർന്ന് സിൽഹത്ത് കിഴക്കൻ പാകിസ്ഥാൻ ഉൾപ്പെടുത്തി കരിംഗഞ്ച് വിഭാജിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം ത്രിപുരയുമായുള്ള ബന്ധം ഉറപ്പാക്കാൻ ഇന്ത്യയിൽ അവശേഷിക്കുകയും ചെയ്തു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയായി കുഷിയാര നദിയും സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ പ്രദേശത്തെ ശ്രീഭൂമി എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 2024 നവംബർ 21 കരിംഗഞ്ച് ജില്ലയെ ശ്രീഭൂമി എന്ന് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്തു. അങ്ങനെ ആസാമിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തേണ്ടതായ സ്ഥലം നമ്മുടെ അടുത്തിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ തനത് രീതിയിലുള്ള കെട്ടിടങ്ങളാണ്. ചെറിയ ചെറിയ ഭവനങ്ങളാണ് ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത്. കൂടാതെ ഇവരുടെ അതിർത്തി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മതിൽ കെട്ടിയൊന്നുമല്ല, മുളകൾ കൊണ്ടുള്ള വേലികളാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ആസാമിലെ കരിംഗഞ്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബസാരിച്ചീറിയിലുള്ള മക്കുണ്ട മിഷൻ ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ താമസിക്കുന്നത് ഇവിടെയായിരിക്കും. ഇവിടെ നിന്നും നമ്മൾ ത്രിപുര ആസാം ബോർഡറിലെ പുതുപുത്തൻ വിശേഷങ്ങളും കാഴ്ചകളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.